രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ വ്യോമാഭ്യാസം നടത്താൻ ഇന്ത്യ അടുത്ത 2 ദിവസം ഈ വ്യോമപാത ഒഴിവാക്കണമെന്ന് വിമാനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡാണ് അഭ്യാസ പ്രകടനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനു അഖില ചേരുന്നു. മനു, ഏതായാലും ഇത്തരത്തിലുള്ള ശക്തി പ്രകടനങ്ങൾ ഇന്ത്യ തുടരുക തന്നെയാണ്. ഇപ്പോൾ രാജസ്ഥാനിലുള്ള പാക് അതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യോമാഭ്യാസം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, നാളെ രാത്രി 9 മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കുമാണ് ഈ അഭ്യാസ പ്രകടനം അറിയിച്ചിട്ടുള്ളത്. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിക്ക് സമീപമാണ് വ്യോമസേന അഭ്യാസ പ്രകടനം നടത്തുന്നത്. റഫേൽ, മിറാജ്, സുഖോയ് വിമാനങ്ങൾ അടക്കം ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡാണ് ഈ അഭ്യാസ പ്രകടനം നടത്തുന്നത്. യുദ്ധാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ കൊമേഴ്ഷ്യൽ വൈമാനികർക്ക് ഒരു നോട്ടം അഥവാ നോട്ടീസ് ടു എയർമാൻ മുന്നറിയിപ്പ് എയർഫോഴ്സ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ സമീപത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കും. യുദ്ധാഭ്യാസം നടക്കുന്ന ഈ സമയത്ത് അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് ടേക്ക് ഓഫും ലാൻഡിങ്ങും വിലക്കിയിട്ടുണ്ട്. ഈ അഭ്യാസം നടക്കുന്ന ഈ ഒരു 2 ദിവസം, അതായത് നാളെയും മറ്റന്നാൾ പുലർച്ചെയും വ്യോമപാത ഒഴിവാക്കാനും വിമാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ആക്രമൺ എന്ന പേരിൽ ഇന്ത്യ വ്യോമാഭ്യാസം നടത്തിയിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായാണ് നാളത്തെ ഈ പരിപാടിയും കൂടി നടക്കുന്നത്. നാവികസേനയുടെ പടക്കപ്പലുകളും അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. നാളെ ഇതിനു പുറമെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാജ്യവ്യാപകമായി മോക്ക് ഡ്രില്ലുകളും നടക്കുന്നുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് മുൻപാണ് അവസാനമായി ഒരു മോക്ക് ഡ്രിൽ നടത്തിയിരുന്നത്. അതേസമയം അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ച ഈ മോക്ക് ഡ്രിൽ നാളെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. രാജ്യത്തെ 289 സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. വ്യോമാക്രമണ ഭീഷണി, ഒഴിപ്പിക്കൽ നടപടികൾ, സെൽഫ് ഡിഫൻസ് എന്നിവയിലാണ് ഈ മോക്ക് ഡ്രിൽ പരിശീലനം നടത്തുന്നത്. അതേസമയം ഇന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നാളെയും നിർണായകമായ ചില യോഗങ്ങൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ലക്ഷ്മി, മനു അഖിലയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.